സോ വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ ആണ്. എനിക്ക് ആകെ ഉറങ്ങാൻ കിട്ടുന്ന ദിവസമാണ് സൺഡേ. സോ അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അനിയൻ രാവിലെ തന്നെ എണീറ്റ് ചൊറയായി മദ്രസയിൽ പോകണ്ടാന്ന്. അപ്പൊ അതിന്റെ അടിയും കട്ടിട്ടാണ് ഞാൻ എണീച്ചത്. സോ ഇപ്പൊ ഞാൻ എണീച്ച് ബെഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ കുറെ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി പെട്ടെന്ന് ഒരു അൺപ്ലാൻഡ് വീഡിയോ ആണ് ഇന്നത്തത്. ആൻഡ് ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. സാധാരണ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ അത് ഇത് ഇന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നത്. ഒരു അൺപ്ലാൻ ഡേ ഇൻ മൈ ലൈഫ്. സോ ലെറ്റ്സ് ഗോ. ആദ്യം പോയിട്ട് പല്ലേക്കണം. സോ ഗൈസ്, ഇപ്പം ഞാൻ വാഷ്റൂമിലാണുള്ളത്. ആൻഡ് സോ ഇപ്പം ഇനി ഒന്ന് മുടി കട്ടി വെക്കണം. സോ ഗൈസ്, മുഖമൊക്കെ കഴുകി ഇനി ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. സോ മാത്രം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഫേസ് വാഷ് കാണിച്ചിട്ടില്ല. ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇത് ഹിമാലയയുടെ ടാൻ റിമൂവൽ ഓറഞ്ച് ഫേസ് വാഷ്. വിസിബിളി റിഡ്യൂസ് ടാൻ ആണ്. എനിക്കിങ്ങനെ ടാൻ ആവുന്ന രീതിയിലൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇത് നല്ലൊരു എന്താ പറയുക ഫ്രഷ് ലുക്ക് തരും. സോ ഞാൻ മുഖം സോ ഗൈസ് പല്ലൊക്കെ തേച്ചു, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഇപ്പം എനിക്ക് നല്ല ഫ്രഷ് ഫീൽ ഉണ്ട്. സോ ഞാനിപ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ കുറച്ച് നേരം പോയിട്ട് പഠിക്കാൻ വിളിക്കും. ഇന്നലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഹോംവർക്ക് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വന്നിട്ട് ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നാളെ പഠിച്ചോളൂ. സോ ഇപ്പോൾ നമുക്ക് രാവിലെ നമുക്ക് പെട്ടെന്ന് ഹോം വർക്ക്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് പഠിക്കാനുള്ളതൊക്കെ കുറച്ച് പഠിച്ചിട്ട് പിന്നെ വരും. സോ കമോൺ, ഞാൻ പഠിക്കുന്ന കാണിച്ചു തരാം. സോ ഗൈസ്, ഇനി പോയിട്ട് പഠിക്കാനുണ്ട്. പഠിക്കാനല്ല, ഹോം വർക്കാണ് കൂടുതലുള്ളത്. സോ ഹോം വർക്ക് ചെയ്തിട്ട് രാത്രിയാണ് പഠിക്കാനിരിക്കുക. നമ്മൾ ആ ഒരു ചെയറിലായിരുന്നു മറ്റേ ഇങ്ങനത്തെ ഒരു വുഡിൻ്റെ, അത് അവിടെയാണ് ഞാൻ കാണിച്ചത്. അവിടെ സോ അതെടുക്കാൻ വിടത്തില്ല. സോ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടാണ് കാരണം നമ്മൾ മുട്ട റെഡി. കൊല കണ്ടിട്ടൊന്നും തന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാനപ്പോൾ മുട്ട പൊരിച്ചാൽ ഇങ്ങനെ തന്നെ. സോ ലെറ്റ് മീ. സോ ഗൈസ്, ഞാൻ ഇവിടെയൊക്കെ കഴിച്ചു. ഇവിടെ ഫുഡ് കഴിച്ചില്ല, എഗ് കഴിച്ചു. ഇനിയാണെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഇന്ന് എനിക്ക് 2-3 റീല് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. കാരണം ഇപ്പോഴത്തെ കുറേ ട്രെൻഡിങ് റീൽസൊക്കെ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട്. സോ ഞാൻ വിചാരിക്കുന്നത് റീല് ചെയ്യാൻ. അപ്പോൾ അതിൽ ബെല്ലി അലിഷിൻ്റെ ഫോട്ടോ ട്രാൻസ്ലേഷൻ ഇല്ലായിരുന്നു. സോ അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഇത്ര നേരം സ്കൂട്ടില്ലേ കരിക്കിൻ്റെ ഈ ഒരു സാധനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പകുതി എത്തി. ഇനി ഞാനത് കണ്ടതാണ്, കുറേ പ്രശ്നമുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. സോ റീല് ഷൂട്ട് ചെയ്യണം. കാരണം എനിക്ക് ഇന്ന് ഒരു ദിവസം ഫുൾ റീല് ഡേ ടൈമിൽ റീല് ഷൂട്ട് ചെയ്തിട്ട് രാത്രി പഠിക്കാനിരിക്കുക, എന്നിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനിരിക്കുക. ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് മേക്കപ്പ് ലുക്കിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ലുക്ക് ചെയ്യണം. ഫസ്റ്റ് പ്ലെയിൻ ലുക്കല്ലേ ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടൊക്കെ. സോ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഷർട്ട് ഉണ്ട് വൈറ്റ്. സോ ഇത് ഭയങ്കര വലിയ ഷർട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതിടാം. ആൻഡ് ബ്ലൂ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ ഇതല്ലേ ചെയ്യുക, അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. സോ ഈ ഒരു ഷർട്ട് പെയർ ചെയ്യാം. സൂര്യ വാച്ചാണ്.
ഞാൻ വിചാരിക്കും ഇങ്ങനെ ഷാളിടാം. വെള്ളം ഒഴിച്ചിട്ടേ റീല് എടുത്തു കഴിഞ്ഞു. ഓക്കെ, സോ റീലൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അത് എഡിറ്റ് ചെയ്യണം കുറച്ച് നേരം. അത് പെട്ടെന്ന് കഴിയും, വാട്ടർ ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പോൾ അതിപ്പോൾ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. പിന്നെ യെസ്, സോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്ന കാണിക്കണമെന്നുണ്ട്, ബട്ട് ഞാൻ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, എൻ്റെ വീഡിയോ അപ്ലോഡൊക്കെ കഴിഞ്ഞു. എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ഇപ്പം ഞാൻ തലയിൽ എണ്ണ വീച്ചിട്ടാണുള്ളത്, കണ്ടോ, ഫുള്ള് എണ്ണ. സോ ഇനി ഞാൻ പോയിട്ട് കുളിക്കാമെന്നൊരു, കാരണം ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. സോ ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ, യെസ് ഗൈസ്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ സ്കിന്നൊക്കെ ഒരുമാതിരി തിളങ്ങുന്ന പോലെയാണ് കുളിച്ചിട്ട്. സോ ഇനി എന്താണെന്ന് വെച്ചാൽ ഹോംവർക്ക് ചെയ്യാനുണ്ട്. മലയാളം കുറച്ച് പെൻഡിങ് ഉണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ ഐ തിങ്ക് ഹോംവർക്ക് ചെയ്യാം. സോ യെസ്, ലെറ്റ്സ് ഡു മൈ വർക്ക്. ഞാൻ നേരത്തെ ഹോംവർക്കിൻ്റെ വീഡിയോ കൊടുത്തതല്ലേ, പിന്നെ നിങ്ങളെ കാണിച്ച് ബോറടിക്കുന്നില്ല. സോ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഗൈസ്, ലഞ്ച് ടൈം ആയി. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ടേസ്റ്റി കഴിക്കാം. നല്ല മഴയുണ്ട്. ഹലോ, സോ പഠിപ്പൊക്കെ കഴിഞ്ഞു. അയ്യോ സോ ഒരു കണ്ടീഷനല്ല. സോ ഇത് ഞാൻ ഫ്രഞ്ച് നൈസ് ആക്കാൻ നോക്കിയതാണ്. ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഉണ്ട്. സോ ഇനി എന്നാ ചെയ്യുന്നത് വെച്ചാൽ നല്ല ലൈറ്റിംഗ് ഉണ്ട്, നല്ല മഴയാണ്. സോ എഴുതലൊക്കെ കഴിഞ്ഞു, ഇനി മലയാളം കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി കുറച്ച് പഠിക്കാനുണ്ട്. ആൻഡ് കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ എന്തുവാ, ഒരു 2-3 വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. എന്നുവെച്ചാൽ നാളത്തേക്ക് ചെയ്യാനുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ നാളെ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം. ആൻഡ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യുന്നതെന്ന് നോക്കാം. സോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ്, ഇപ്പോൾ സമയം 8 മണിയായി. ഡിന്നർ ടൈമാണ് 8 മണി. സോ എഴുതി ഹോംവർക്ക്സ് കാര്യങ്ങളൊക്കെ ഫുൾ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര നേരം ഗൈഡ്സിൻ്റെ ലോഗ് കംപ്ലീറ്റ് ചെയ്യാണ്. എനിക്ക് ദ്വിതീയ ടെസ്റ്റ് വരാൻ പോവാണ്. സോ ദ്വിതീയ വരെയുള്ള ലോഗ് കംപ്ലീറ്റ് ചെയ്യണം. സോ അത്രയും നേരം കംപ്ലീറ്റ് ചെയ്യാണ്, ഫുള്ളായിട്ടില്ല. നാളെയും ബാക്കി ചെയ്യണം. സോ ഹോംവർക്ക്സൊക്കെ ഞാൻ നാളെ ചെയ്യാമെന്ന് വെച്ചു. സോ ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിന്നർ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂട്ടി ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ കരിക്കിൻ്റെ പേര് ഏതെങ്കിലും വെച്ചിട്ട് കാണണം. സോ യമ്മി. ഗൈസ്, പുറത്ത് നല്ല തണുപ്പുണ്ട്, മഴയും ഉണ്ട്, എന്നാലും ഞാൻ ഈസി ഇട്ടിരിക്കും. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, തൽക്കരണി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. തണുക്കും. സോ ഗൈസ്, ഞാൻ കിടന്നുറങ്ങട്ടെ. ബൈ.